എം നൗഷാദ്, വിഴിഞ്ഞം വിജയ വഴിയിൽ നിന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അത് പല രീതിയിലാകാം. വിജയിച്ച വഴിയിലാകാം, വിജയത്തിൻ്റെ വഴിയിലാകാം, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നയിക്കുന്ന വഴി ആകാം ആ വിജയ വഴി. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഘട്ടത്തിൽ CPM ഇടതുപക്ഷം? ലലെ, കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി, എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു സ്വപ്നമാണ് വിഴിഞ്ഞം തുറമുഖം. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു. 2-3 ഘട്ടം ഇനിയും ബാക്കിയുണ്ട്. 2-3 ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ലോകത്തെ തന്നെ ഒന്നാമത്തെ തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ നേട്ടം കേരളത്തിനാകെ ഉണ്ടാകും. അത് തൊഴിൽ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ ഒക്കെ തന്നെ വൻ കുതിപ്പിന് കാരണമാകും. ഈ പദ്ധതി യാഥാർത്ഥ്യമാകിയത് LDF സർക്കാരിൻ്റെ, വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ആ പദ്ധതിയെ ഇല്ലാതാക്കാൻ വിഴിഞ്ഞം പദ്ധതിക്കെതിരായി നടന്നിട്ടുള്ള ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സമരങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിലിറക്കി അതിന് UDF നൽകിയ പരസ്യ പിന്തുണ നമ്മൾ കണ്ടതാണ്. പക്ഷെ നിങ്ങൾ ഓർക്കുക, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി മാത്രമായിരുന്നപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് അസന്നിഗ്ധമായി പറഞ്ഞതെന്താ? അസന്നിഗ്ധമായി പറഞ്ഞത് ഈ പദ്ധതിയുമായി LDF സർക്കാർ മുന്നോട്ട് പോകും. ഞങ്ങൾ വിഴിഞ്ഞത്തിൽ പദ്ധതിക്കെതിരായി സമരം ചെയ്തു എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഒരിക്കലും പദ്ധതിക്കെതിരായി സമരം ചെയ്തിട്ടില്ല. ആ പദ്ധതിയിലെ കരാർ ഇപ്പോഴും, നമ്മൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോഴും കരാർ നമുക്ക് ഗുണകരമല്ല. കാരണം 67% മുതൽ മുടക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. 33% മാത്രമേ അദാനി ഗ്രൂപ്പിനുള്ളൂ. പക്ഷേ ലാഭത്തിൻ്റെ, വരുമാനത്തിൻ്റെ 20 വർഷക്കാലം സംസ്ഥാന ഗവൺമെൻറ്റിന് ഷെയർ ഒന്നും തന്നെ ഇല്ല. പിന്നീട് 1%, പിന്നെ 2%, അങ്ങനെ 40-ാം വർഷം എത്തുമ്പോൾ 20% മാത്രമേ നമുക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. എന്നിട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്, ഇത് നൂറ്റാണ്ടുകളോളം നിൽക്കുന്നതാണ്. ഈ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ്, ആവശ്യമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് 2015 തന്നെ പിണറായി വിജയൻ പറഞ്ഞതെന്താ? അന്ന് UDF ഗവൺമെൻറ്റാണ്. പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF വരുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? പക്ഷേ LDFൻ്റെ നിലപാടാണത്. പിണറായിയുടെ നിലപാടാണ്, പാർട്ടി സെക്രട്ടറി എന്നുള്ള അർത്ഥത്തിൽ. ഇത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈനെതിരായി ആദ്യഘട്ടത്തിൽ സമരമുണ്ടായപ്പോൾ തന്നെ അതിൽ CPMൻ്റെ നിലപാടെന്തായിരുന്നു? CPM പറഞ്ഞ് പദ്ധതിക്ക് ഞങ്ങൾ എതിരല്ല, അത് ബാധിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് വേഗത്തിൽ കൊടുക്കണം എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഇവിടെ നമ്മുടെ സ്വപ്ന പദ്ധതികളായിരുന്ന എത്ര പദ്ധതികളാണ് യാഥാർത്ഥ്യമാകുന്നത്? ഇപ്പം നാഷണൽ ഹൈവേ UDF ഗവൺമെൻറ് പൂട്ടിക്കെട്ടിപ്പോയതാ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തതാണ്. അവിടെ ആ ഫയൽ വീണ്ടും റീഓപ്പൺ ചെയ്യിപ്പിച്ച് അധികമായി, കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ്, അതുകൊണ്ട് അത്രയും വില കൊടുത്ത് നമുക്ക് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ അധികമായി വരുന്ന തുക ഞങ്ങൾ തരാം. സംസ്ഥാന ഗവൺമെൻറ്, ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി പണം മുടക്കുന്നത് നടാടെയാണ്. ഞാൻ പറഞ്ഞ ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കി തീരദേശ ഹൈവേ, മലയോര ഹൈവേ, നാഷണൽ ഹൈവേ, ഇതെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടുകൂടി കേരളം യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ പ്രധാനപ്പെട്ട വികസിത രാജ്യമായി മാറുകയാണ്. ശ്രീ നൗഷാദ്, മറ്റ് പദ്ധതികളെക്കാളും നമുക്ക് ദേശീയപാതയുടെ കാര്യത്തിലും ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യത്തിലുമൊക്കെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതിനേക്കാളും ഒക്കെ എത്രയോ ഇന്ന് മുഖ്യമന്ത്രി തന്നെ
ആ ഒരു വലിപ്പത്തെ കുറിച്ച് പറയാൻ കുറച്ചൊന്ന് പാടുപെടുന്ന പോലെ തോന്നി. അദ്ദേഹം വലിയ രീതിയിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വലിപ്പം കിട്ടുന്നുണ്ട്. ആ വലിപ്പത്തിലേക്ക് വിഴിഞ്ഞമാണ് ഇപ്പോൾ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ആ വിഴിഞ്ഞം ആണ് ഇപ്പോൾ ഇനിയൊരു വലിയ ഭാഗ്യചിഹ്നം കേരളത്തിൻ്റെയും ഒരുപക്ഷെ നൗഷാദ് MLA പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെയും എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരണം? അല്ല, അത് കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ തന്നെ അയൽ സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ ഉപകാരപ്രദമാകുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതി വളരെ കൃത്യമായി അന്നെല്ലാവരും ആക്ഷേപിച്ചു പിണറായി വിജയനെ. നിങ്ങൾ ഓർക്കുക, ആ വിഴിഞ്ഞ പദ്ധതിക്കെതിരായിട്ട് പണി നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിലേക്ക് വന്നപ്പോൾ അന്ന് അതിശക്തമായി അവർ സമരം നടത്തുകയാണ്. പക്ഷേ ആ ഘട്ടത്തിലും പിണറായി വിജയൻ പറഞ്ഞത് പദ്ധതി നിർത്തിവെക്കുന്ന, പണി നിർത്തിവെക്കുന്ന പ്രശ്നമേയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞെന്താ, മറ്റു കാര്യങ്ങൾ അവരുന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ അത് ചർച്ച ചെയ്യാം, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താം. അതിൽ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് അത് പറഞ്ഞു പോവുകയല്ല. ആ സമരത്തെ തുടർന്ന് ഉണ്ടായ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി മുട്ടത്തറയിലെ ഫ്ലാറ്റിൻ്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു, അതിൻ്റെ അവസാന ഘട്ടത്തിലുമാണ്. പക്ഷെ പദ്ധതി നിർത്തിവെക്കുന്ന പ്രശ്നമേ ഇല്ല. അതുപോലെ തന്നെ LDF അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം പദ്ധതി ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. അത് നിയമക്കുരുക്കിലേക്കും ഈ പദ്ധതി വൈകുന്നതിനും ഇടവരുത്തും. അതാണ് നമ്മുടെ നാടിൻ്റെ നന്മയാണ്. LDFനും പിണറായി വിജയനും നാടിൻ്റെ വികസനമാണ് പ്രശ്നമെങ്കിൽ ഇവിടെ UDFനും LDF വിരുദ്ധർക്കും വിവാദങ്ങൾക്കാണ് താല്പര്യം. LDFനും പിണറായി വിജയനും വികസനത്തിൽ താല്പര്യം, ജനങ്ങളുടെ ക്ഷേമത്തിൽ താല്പര്യം. UDFന് വിവാദങ്ങളിൽ താല്പര്യം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് നാട്ടിൽ ചുമ്മാതെ വിവാദങ്ങൾ ഉണ്ടാക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞത് ഒരു വാക്കൂടെ പറയാനുണ്ട്. ആ സമരസമയത്ത് പിണറായി വിജയൻ പണി നിർത്തിവെക്കുന്ന പ്രശ്നമേ ഇല്ല, പദ്ധതി പണിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വ്യക്തിപരമായി എന്തെല്ലാം ആക്ഷേപമാണ്. ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം. അതെ, പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിൻ്റെ തെളിവാണ് വിഴിഞ്ഞം തുറമുഖം.